ഹായ് ടു ഓൾ, ദിസ് ഇസ് രേവതി. നമുക്കിന്ന് പാറ്റേൺ നിർമ്മിക്കുന്ന രീതികൾ പഠിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഡ്രേപ്പിംഗ് മെത്തേഡ്, രണ്ടാണ് ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്, മൂന്ന് ഫ്ലാറ്റ് പാറ്റേൺ മെത്തേഡ്. ഇനി ഓരോ മെത്തേഡുകളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതേതൊക്കെ രീതിയിലാണെന്നും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് ഡ്രേപ്പിംഗ് മെത്തേഡ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഡ്രസ് ഫോമുകളിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. XL, XXL ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് സൈസിലും ഡ്രസ് ഫോമുകൾ നിർമ്മിച്ചെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അളവിലോ ഇതുപോലെ ഡ്രസ് ഫോം ചെയ്തെടുക്കാം. ഈ ഡ്രസ് ഫോമിൽ മസ്ലിൻ തുണി പിന്ന് ഉപയോഗിച്ച് ഉറപ്പിച്ചാണ് നമ്മൾ ഇതിൽ ഡ്രസ്സുകൾ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് യോജിച്ച സൈസും ഷേപ്പും ലഭിക്കുന്നതിന് അനുയോജ്യമായ ഭാഗങ്ങളിൽ ഡാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. യുക്തമായ ഫിറ്റിംഗ് ആയി എന്ന് നമുക്ക് ബോധ്യമായതിനു ശേഷം ഡാർട്ട്, സൈഡ് സീം, നെക്ക്, വേസ്റ്റ്, ആം ഹോള് എന്നിവയെല്ലാം അടയാളപ്പെടുത്തിയിട്ട് തുണി ഡ്രസ് ഫോമിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. ഈ പിക്ചറിൽ കണ്ടോ, അതേ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ആം ഹോള്, ഡാർട്ടുകൾ അതെല്ലാം അവയെല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ മസ്ലിൻ ക്ലോത്ത് ഡ്രസ് ഫോമിൽ നിന്ന് മാറ്റി ഒരു ബ്രൗൺ പേപ്പർ നിവർത്തിയിട്ട് കാർബൺ പേപ്പറിൻ്റെ മഷിയുള്ള ഭാഗം ബ്രൗൺ പേപ്പറിൽ പതിയത്തക്ക വിധം വെച്ച് ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് അതേ രീതിയിൽ അതിലോട്ട് പകർത്തിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ രീതിയിൽ നമുക്ക് നിർമ്മിക്കാനായിട്ട് ആദ്യം താൽക്കാലികമായിട്ട് ഒരു ഡ്രസ് ഫോമിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അതിന് അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം നല്ല ക്ലോത്തിൽ ഇതുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതിയാണ് ഡ്രേപ്പിംഗ് മെത്തേഡ്. ഡ്രേപ്പിംഗ് മെത്തേഡ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മുടെ ശരീരാകൃതിക്കനുസരിച്ച് പാറ്റേൺ നിർമ്മിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ പാറ്റേണിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഡ്രസ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരേ ശരീരാകൃതിയുള്ളവർക്ക് ഡ്രേപ്പിംഗ് ചെയ്ത പാറ്റേൺ ഉപയോഗിച്ച് വസ്ത്രം നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന വസ്ത്രം നമുക്ക് ധരിപ്പിച്ച് നോക്കി അപാകതകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താവുന്നതുമാണ്. ഇനി ഇത്തരം രീതികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് നോക്കാം. മസ്ലിൻ തുണി ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ചിലവേറിയ ഒന്നാണ്. വ്യത്യസ്ത ശരീരാകൃതി കിട്ടണമെങ്കിൽ വ്യത്യസ്ത ഡ്രസ്സ് ഫോമുകൾ ആവശ്യമായിട്ട് വരുമല്ലോ, അതും ചിലവേറിയതാണ്. അതുപോലെ തന്നെ ഡ്രാപ്പിംഗ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ മെത്തേഡ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. അടുത്ത പാറ്റേൺ മേക്കിംഗ് രീതിയാണ് ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്. ഈ ചിത്രത്തിൽ കുറേ സ്റ്റാൻഡേർഡ് സൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ചാർട്ടിലെ അളവുകൾ ഉപയോഗപ്പെടുത്തി വസ്ത്രങ്ങളുടെ പാറ്റേണുകൾ വരച്ച് തയ്യാറാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്. റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ ഈ സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്യുന്നത്. അവരുപയോഗിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് മെത്തേഡാണ്. അടുത്ത പാറ്റേൺ മേക്കിംഗ് രീതിയാണ് ഫ്ലാറ്റ് പാറ്റേൺ മെത്തേഡ്. ഒരാളുടെ ശരീരത്തിൽ നിന്നും നേരിട്ട് അളവുകളെടുത്ത് പാറ്റേൺ തയ്യാറാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് രീതി. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം ഇത്തരത്തിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.